പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, ജൈവ കൃഷിയിൽ നാനോ വളങ്ങളുടെ പ്രത്യേകത ഇന്ന് വളരെ വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആ ഒരു സെമിനാറിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന എന്റെ ഏറെ പ്രിയപ്പെട്ട എല്ലാ സ്നേഹിതർക്കും കർഷക സുഹൃത്തുക്കൾക്കും ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ നിതീഷ് തൊളത്തുവയൽ, കണ്ണൂരാണ് സ്വദേശം. കഴിഞ്ഞ 5 വർഷക്കാലമായി നെറ്റ്സർഫിന്റെ വളങ്ങൾ കേരളം, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ വിതരണം നടത്തുന്ന ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ 5 വർഷക്കാലമായി ഇത് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. റബ്ബർ, കവുങ്ങ്, തെങ്ങ് തുടങ്ങിയ വിളകൾക്ക്. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, നമുക്കറിയാം ഇന്ന് കാർഷിക മേഖല വളരെയധികം ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് ഞാനും നിങ്ങളും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഒന്ന് കാലാവസ്ഥ മൂലമുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, അതുപോലെ തന്നെ മറ്റ് കെമിക്കലിന്റെയും രാസവളങ്ങളുടെയും അമിതമായ ഉപയോഗം മൂലം മണ്ണിലുണ്ടായിരുന്ന മാറ്റങ്ങളിലൂടെ സസ്യങ്ങൾക്കുണ്ടാകുന്ന അമിതമായ സ്ട്രെസ്, രോഗങ്ങൾ, മറ്റു രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതിലൂടെ കുറഞ്ഞ ഈൽഡ് നമുക്ക് ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ ചെലവിലേക്ക് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ചുരുങ്ങിയ ചെലവിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ചില വളങ്ങളെയാണ് നാം ഇന്നിവിടെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. എല്ലാ വിളകൾക്കും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന ഓൾ പ്രോബ്ലം വൺ സൊല്യൂഷൻ എന്നുള്ള ഉൽപ്പന്നങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുന്ന അതിനൂതന ഇസ്രായേൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ലഭിക്കുന്ന നാനോ ബയോ ടെക്നോളജിയിലൂടെ നിർമ്മിക്കുന്ന കഴിഞ്ഞ 25 വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന, ഇന്ത്യയിൽ തന്നെ 26ലധികം സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്ന നെറ്റ്സർഫ് എന്ന് പറയുന്ന കമ്പനിയുടെ ബയോഫിറ്റിന്റെ വളങ്ങളെ കുറിച്ചാണ് നാം ഇന്നിവിടെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. നാം ഇവിടെ അറ്റൻഡ് ചെയ്യുന്ന ഓരോ കർഷകരും പല തരത്തിലുള്ള വളങ്ങൾ ഉപയോഗിക്കുന്ന, പല രീതിയിൽ വളങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. ആദ്യം തന്നെ എനിക്ക് ഇവിടെ പങ്കെടുക്കുന്നവരുള്ള റിക്വസ്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ഈ മീറ്റിംഗ് കറക്റ്റ് 9:30 തന്നെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആ 9:30 വരെ നിങ്ങൾ പൂർണ്ണമായിട്ട് ഇത് മനസ്സിലാക്കുക. അത് ഉപയോഗിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് എത്ര തോട്ടമുള്ള ഒരു വ്യക്തിയുമായിക്കോട്ടെ, ഒരു ഭാഗമെങ്കിലും അത് ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ മാത്രമേ ഇതിന്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. 2020 നെറ്റ്സർഫ് എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയും അത് ഉപയോഗിക്കുവാനും ഞാൻ തയ്യാറായത് കൊണ്ട് മാത്രമാണ് ഇന്ന് നമുക്ക് ഈ ഒരു മീറ്റിംഗിലൂടെ ഇതിന്റെ അറിവുകൾ കർഷകരിലേക്ക് പകർന്നു നൽകാൻ എനിക്ക് സാധിക്കുന്നത്. ഇന്ന് 60 വയസ്സിലും 70 വയസ്സിനും മുകളിലുള്ള കർഷകർക്ക്, എത്രയോ ആയിരക്കണക്കിന് കർഷകരുടെ ഒരു സന്തോഷ വലയത്തിൽ പെടുവാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ഒരു സന്തോഷം. മറ്റൊരു സന്തോഷം എന്ന് പറയുന്നത്, ഉപയോഗിക്കുന്നവർക്കെല്ലാം ഗുണം നൽകിക്കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യയിലുടനീളം വ്യാപിച്ച, കേരളത്തിലുടനീളം വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന വളങ്ങളെ കുറിച്ചാണ് നാം ഇന്നിവിടെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. പരിചയപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് എളുപ്പമാണ്, പക്ഷെ അത് ഉപയോഗത്തിൽ വരുത്തുക, അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്നതാണ് അതിലേറെ കഠിനം എന്ന് പറയുന്നത്. കാരണം പല വളങ്ങൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു ഭാഗത്തെങ്കിലും, നിങ്ങൾക്ക് എത്ര തോട്ടമുണ്ടെങ്കിലും ഒരു ഭാഗത്തെങ്കിലും നമ്മുടെ വളങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കുവാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ അതിന്റെ ഗുണങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ വിളകളുടെ ക്രോപ്പുകളുടെ സൈസിനും വലിപ്പത്തിനും അനുസരിച്ച് ഞങ്ങൾ നിശ്ചയിക്കുന്ന രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വളങ്ങളുടെ പൈസ തരുവാൻ കമ്പനി തയ്യാറാണ് എന്ന സന്തോഷ വാർത്ത, അഭിമാന പുരസ്സരം ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ആദ്യമേ വെക്കുകയാണ്. അപ്പൊ നാം ഇന്നിവിടെ പറഞ്ഞതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ കാർഷിക രാഷ്ട്രം എന്ന് പറയുന്നത് ഇസ്രായേലാണ്. കേരളത്തിന്റെ വലിപ്പം പോലും ഇല്ലാത്ത ഇസ്രായേൽ ലോകത്തിന്റെ കാർഷിക തലസ്ഥാനമാകണമെങ്കിൽ കയറ്റുമതി ചെയ്യുന്ന, ഉൽപ്പാദിപ്പിക്കുന്ന, വിപണനം ചെയ്യുന്ന ഒരു രാഷ്ട്രമായി മാറണമെന്നുണ്ടെങ്കിൽ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന കാർഷിക മേഖല ടെക്നോളജിക്കൽ മെത്തേഡാണ്. നാം ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത് ട്രഡീഷണൽ മെത്തേഡാണ്. പാരമ്പര്യമായി കിട്ടിയ അറിവിനെ നമ്മൾ കൃഷിയിടത്തിലേക്ക് ഉപയോഗിക്കുമ്പോൾ കഴിഞ്ഞ കാലയളവിൽ നിന്നും ലഭിച്ച ഈൽഡിൽ നിന്നും കുറഞ്ഞു 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 വരികയാണ് ചെയ്യുന്നത്. ഏകദേശം 1970 കാലഘട്ടങ്ങളിലാണ് കെമിക്കൽ അല്ലെങ്കിൽ രാസവളത്തിന്റെ ഉപയോഗം നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു വന്നെന്നാണ് പറയപ്പെടുന്നത്. 1980കളിലേക്ക് ശേഷം കെമിക്കലിന്റെയും അതിപ്രസരം ഇന്ന് ഇന്ത്യയിലേക്ക് കടന്നു വന്നു. പക്ഷേ അതിനുശേഷം പെട്ടെന്ന് തന്നെ മണ്ണിലുണ്ടായിരുന്ന ഒരു മാറ്റത്തിലൂടെ മണ്ണ് മരിക്കുവാൻ വേണ്ടി തുടങ്ങി, മണ്ണ് മരണപ്പെടുവാൻ വേണ്ടി തുടങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടുന്ന ഈൽഡിൽ നിന്നും കുറഞ്ഞു കുറഞ്ഞു വന്നു. മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നഷ്ടമായി, സൂക്ഷ്മാണുക്കൾ നഷ്ടമായി, സൂക്ഷ്മ ജീവികളായ ചെറു തവളകൾ പോലും ഇന്ന് നഷ്ടമായ ഒരു സാഹചര്യമാണ് നമുക്കിവിടെ ഇന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അവയൊക്കെ തിരിച്ചെടുക്കുവാൻ മണ്ണിന്റെ മൂലകങ്ങളെ, മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയെ, മണ്ണിന്റെ pH ലെവലിനെ നമുക്ക് പഴയ രീതിയിലേക്ക് മാറ്റം വരുത്തുവാനുള്ള അതിനൂതന ആശയമാണ് നാം ഇന്നിവിടെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഉദാഹരണത്തിന് നമ്മൾ എപ്പോഴും ചാണകവളം യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ.
അമോണിയയും യൂറിയയും പോലുള്ള കണ്ടന്റുകൾ അടങ്ങിയ ഓക്കയും പെല്ലറ്റുകളും ഇന്ന് പശുക്കളിൽ നിന്ന് കൊടുക്കുമ്പോൾ പശുക്കളിൽ നിന്ന് വരുന്ന ചാണകത്തിൽ പോലും ഇന്ന് ലഭിക്കേണ്ടുന്ന മൂലകങ്ങളുടെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് എന്നുള്ളത് വളരെ വളരെ ഭീമമായ ഒരു നഗ്നമായ സത്യമാണ്. അതിനൊക്കെ നമുക്ക് മാറ്റം വരുത്തുവാൻ ഇതിലൂടെ, ഈ ഉൽപ്പന്നങ്ങളിലൂടെ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് പങ്കെടുത്തു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് കർഷകരുടെ അനുഭവങ്ങൾ മനസ്സിലാക്കാം, നമ്മുടെ മീറ്റിങ്ങുകൾ മനസ്സിലാക്കാം, നമ്മുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. അവയൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഭാഗത്ത് യൂസ് ചെയ്യൂ. പ്രിയപ്പെട്ടവരെ, കാർഷിക മേഖലയിലെ ഈ നൂതന ആശയം വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഒരു കണ്ണിയായി മാറാൻ നിങ്ങൾ നമ്മോടൊപ്പം ചേരൂ എന്ന് മാത്രം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങളെയും കമ്പനിയെയും കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യമേ തന്നെ ഞാൻ ഇവിടെ 3 പിക്ചറാണ് കാണിക്കുന്നത്. 3 പിക്ചർ. ഒരു കാലത്ത് മാർക്കറ്റ് അടക്കി വാണിരുന്ന, പക്ഷേ ഇന്ന് മാർക്കറ്റിൽ ഇല്ലാതിരിക്കുന്ന 3 ഉൽപ്പന്നങ്ങളെയാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത്. 1 അംബാസഡർ കാർ ആണെങ്കിൽ, 2 നോക്കിയ മൊബൈൽ ആണ്, 3 കൊഡാക്കിന്റെ ക്യാമറയാണ്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് മാർക്കറ്റിൽ ഇത് ഇല്ലാണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ആദ്യമായി തന്നെ ഇടുകയാണ്. അതിന് ഉത്തരം മറ്റൊന്നുമല്ല, അവർ ടെക്നോളജിക്കനുസരിച്ച് മാറുവാൻ വേണ്ടി, ടെക്നോളജിക്കനുസരിച്ച് മാറ്റം വരുത്തുവാൻ, അവർ ഉൽപ്പന്നത്തിൽ മാറ്റം വരുത്തുവാൻ അവർ തയ്യാറായില്ല. ഉദാഹരണത്തിന് നോക്കിയ എന്ന് പറയുന്ന ഒരു മൊബൈലിനെ മാത്രം എടുത്തു നോക്കിയാൽ മതി. നോക്കിയ എന്ന് പറയുന്ന ഒരു മൊബൈലിനെ ഒരു കാലത്ത് ലോകത്തിലെ 80% ആൾക്കാരുടെ കയ്യിലും ഉണ്ടായിരുന്ന നമ്മുടെ വാർത്താവിനിമയ ശൃംഖലയായിരുന്നു നോക്കിയ എന്ന് പറയുന്ന മൊബൈൽ. ഇപ്പൊ നോക്കിയ എന്ന് പറയുന്ന മൊബൈലിൽ എവിടെയും കാണാനുണ്ടോ? അതിന്റെ പേരെന്നെ എങ്ങനെയാ അല്ലെ? നോക്കിയ കാണുമോ? ഇല്ല. നോക്കിയ കാണാത്തത്ര ദൂരത്തിലേക്ക് ആ മാർക്കറ്റിൽ നിന്നും അത് തള്ളപ്പെട്ടു. എന്തുകൊണ്ടാണ്? ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ടെക്നോളജി വന്നു കഴിഞ്ഞപ്പോൾ അത് സ്വീകരിക്കുവാൻ അവർ തയ്യാറാവാതിരുന്നതിന്റെ പരിണിത ഫലമാണ് ഇന്ന് ഒരു നോക്കിയ മൊബൈൽ പോലും ഒരു വ്യക്തിയുടെ കൈകളിലും ഇല്ലാതിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ടെക്നോളജി ഉപയോഗിക്കുന്നവൻ വളരും, ടെക്നോളജി ഉപയോഗിക്കാത്തവൻ തളരും എന്ന ആപ്തവാക്യം കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് കാർഷിക മേഖലയിലേക്കും പുതിയ നൂതന ആശയങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യുവാൻ, ഉപയോഗിക്കുവാൻ തയ്യാറാവുമ്പോൾ അവിടെ വിപ്ലവങ്ങൾ സൃഷ്ടിക്കപ്പെടും. അത്തരത്തിൽ ടെക്നോളജിക്കലായിട്ടുള്ള ഉൽപ്പന്നങ്ങളെയാണ് നാം ഇന്നിവിടെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ആ കമ്പനിയെ കുറിച്ച് നോക്കാം. നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് 2000 സ്ഥാപിതമായ ഒരു കമ്പനിയാണ്. 25 വർഷം സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന 26ലധികം സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്ന ഒരു കമ്പനിയാണ് നെറ്റ്സർഫിന്റെ കമ്പനി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ്, ഒരു സിംഗിൾ കമ്പനിയല്ല. അജയ് ബയോടെക് എന്ന് പറയുന്ന 1990 ജൈവ കൃഷിയെ പരിപോഷിപ്പിക്കുവാൻ വേണ്ടി സ്ഥാപിതമായ അജയ് ബയോടെക്കിന്റെ അസോസിയേറ്റ് സ്ഥാപനമാണ്, നെറ്റ്സർഫിന്റെ അസോസിയേറ്റ് സ്ഥാപനമാണ് അജയ് ബയോടെക് എന്ന് പറയുന്നത്. ഇന്ന് വിരൽത്തുമ്പിലാണ് കാലഘട്ടം. നിങ്ങൾക്ക് എല്ലാവർക്കും ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ അജയ് ബയോടെക് ആരെ കമ്പനിയാണെന്നും, നെറ്റ്സർഫ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന അടുത്തൊരു കമ്പനി, നെറ്റ്സർഫ് റിസർച്ച് ലാബ് എന്ന് പറയുന്ന അടുത്തൊരു കമ്പനി. നിങ്ങളുടെ പ്രത്യേകത പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രത്യേകമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, നെറ്റ്സർഫ് റിസർച്ച് ലാബിലൂടെ എല്ലാ ഉൽപ്പന്നങ്ങളും പരിശോധിച്ച് 100% തൃപ്തി വരുത്തിയതിനു ശേഷം മാത്രമാണ് കർഷകരിലേക്ക് എത്തിക്കുന്നത്. മൈലാബ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും നമ്പർ 1 ലാബായ മൈലാബ്, വൂഹു എന്ന് പറയുന്നൊരു കമ്പനി, ഗ്രിൻ എന്ന് പറയുന്നൊരു കമ്പനി, നെറ്റ്സർഫ് ഡയറക്റ്റ് എന്ന് പറയുന്നൊരു കമ്പനി, ഒരിടനിലക്കാരുമില്ലാതെ, ഒരു പരസ്യദാതാവും ഇല്ലാതെ കർഷകരിലേക്ക് വളങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന നെറ്റ്സർഫ് ഡയറക്റ്റ് എന്ന് പറയുന്ന ഏകദേശം 7ഓളം കമ്പനികളുടെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ് നെറ്റ്സർഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഇന്ത്യയിലെ ടോപ്പ് മീഡിയാസ് ആയ ഫോബ്സ് മീഡിയയും, ദ ടൈംസ് ഓഫ് ഇന്ത്യയും, ദ ഇന്ത്യൻ എക്സ്പ്രസും, ദ ഹിന്ദു, മണി കൺട്രോളും, ഹിന്ദുസ്ഥാൻ ടൈംസും, സക്കായും, ഫസ്റ്റ് പോസ്റ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ കർഷകരിലേക്ക്, ഇന്ത്യൻ ജനങ്ങളിലേക്ക് നെറ്റ്സർഫിന്റെ വളപ്രയോഗം, നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങളുടെ ക്രെഡിബിലിറ്റി എത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഗുണമേന്മ എത്രമാത്രമാണെന്ന് നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. ഇന്ത്യൻ ഗവൺമെന്റിന്റെ അപ്രൂവലോടുകൂടി, ഇന്ത്യൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അപ്രൂവലോടുകൂടി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് നെറ്റ്സർഫ് എന്ന് പറയുന്നത്. ഇവിടെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ബയോഫിറ്റ് അഗ്രികെയർ പ്രൊഡക്ട്സ് അപ്രൂവ്ഡ് ഫോർ ഓർഗാനിക് അഗ്രികൾച്ചർ, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഓർഗാനിക് അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. ഗ്രൂപ്പ് R&D സെന്റർ ഈസ് റെക്കഗ്നൈസ്ഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ DSIRന്റെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന, സംസ്ഥാന ഗവൺമെന്റിന്റെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന, അജയ് ബയോടെക്കിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന, അപ്രൂവ്ഡ് ബൈ ഇക്കോസെർട്ട് ഇൻപുട്സ്. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, നിങ്ങൾ അറിയാത്തൊരു കാര്യമായിരിക്കും, ഒരുപക്ഷെ അറിയുന്നവരും ഉണ്ടാകാം.
ഇക്കോസെറ്റ് എന്ന് പറയുന്നത് ലോകത്തിലെ 80-ലധികം ജൈവ കാർഷിക സംഘടനയായ ഇക്കോസെറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ലൈസൻസ് ലഭിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. ആ ഇക്കോസെറ്റിന്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന യു എസിലെ അംഗീകരിച്ച ഉൽപ്പന്നങ്ങളെയാണ് ഇന്ന് കർഷകരിലേക്ക് എത്തിക്കുന്നത്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് പ്രൊഡക്ട്സ് ആണ്. അതിലുപരി എന്താണ്, 100% നാച്ചുറൽ ഹെർബൽ ആൻഡ് ആയുർവേദിക് പ്രൊഡക്റ്റുകളാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ. 100% ഹെർബൽ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ആയുർവേദിക് ഉൽപ്പന്നങ്ങളാണ്. ആയുർവേദിക് ആയിട്ടുള്ള മനുഷ്യനോ മണ്ണിനോ ജീവജാലങ്ങൾക്കോ യാതൊരുവിധ പ്രോബ്ലംസും ഇല്ലാത്ത രീതിയിലുള്ള ഉൽപ്പന്നങ്ങളെയാണ് പ്രിയപ്പെട്ടവരെ കർഷകരിലേക്ക് എത്തിക്കുന്നത്. ആ എത്തിക്കുന്ന ഉൽപ്പന്നങ്ങളെയാണ് വിവിധ നിറങ്ങളിലും വിവിധ കുപ്പികളിലായിട്ട് നാം ഇന്നിവിടെ ഇത് ചിത്രരൂപത്തിൽ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, കുപ്പി രൂപത്തിലുള്ള ലിക്വിഡ് ആയിട്ടുള്ള ദ്രാവക രൂപത്തിലുള്ള വളങ്ങൾ വരുമ്പോൾ മറ്റ് പാരമ്പര്യമായിട്ടുള്ള വളങ്ങളിൽ നിന്ന് വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് ആദ്യം ഒന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ വ്യത്യാസം എന്താണ്? ഖരാവസ്ഥയിലുള്ള ചാക്ക് കണക്കിനുള്ള വളപ്രയോഗം എന്ന് പറയുമ്പോൾ ചെലവ് കൂടുതലാണ്. അത് തോട്ടത്തിൽ എത്തിക്കുക എന്ന് പറയുന്നത്, അത് മണ്ണിലേക്ക് ഇട്ടു കൊടുക്കുക എന്ന് പറയുന്നതിനൊക്കെ ചെലവ് കൂടുതലാണ്. ഇവിടെയുള്ള പ്രത്യേകത, ഒരേക്കർ തോട്ടത്തിലേക്ക് കൈകളിൽ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോയി നമുക്ക് വളപ്രയോഗം ചെയ്ത് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കുന്നത്ര യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള 25% മുതൽ 40% വരെ ചെലവ് കുറച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന, അതിലുപരി 25% മുതൽ 50% വരെ വിളവ് വർദ്ധിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നെറ്റ്സർഫിന്റെ നാനോ ബയോടെക്നോളജി ലിക്വിഡ് ദ്രാവക വളങ്ങൾ. അത്രയ്ക്കും യൂസർ ഫ്രണ്ട്ലി ആണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ. ആ ഉൽപ്പന്നങ്ങളെയാണ് കർഷകരിലേക്ക് എത്തിക്കുന്നത്. ചെലവ് കുറഞ്ഞല്ലേ? നമ്മൾ സാധാരണ തെങ്ങ് പണിയെടുക്കുമ്പോൾ തെങ്ങ് മൊത്തത്തിൽ കിളച്ച് അതിന്റെ വേരുകളൊക്കെ പൊട്ടിച്ച് ചെയ്യുന്ന ഒരു പാരമ്പര്യമായിട്ടൊരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഒരു സസ്യത്തെ ഒരു മനുഷ്യനായി കാണുക എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. ഒരു സസ്യത്തെ ഒരു മനുഷ്യനായി കാണുക. നമ്മളുടെ ഞരവ് മുറിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം വേദന ഞങ്ങൾ അനുഭവിക്കുന്നു എന്നതിനുള്ള തുല്യമായതാണ് നാം ഓരോ വേരുകൾ അറുത്തു മാറ്റുമ്പോഴും ആ സസ്യത്തിന് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന വേദന എന്ന് പറയുന്നത്. അതിനൊന്നുമില്ലാതെ മണ്ണിലേക്ക് പൂർണ്ണമായിട്ടും ഒഴിച്ചു കൊടുത്താൽ, ജസ്റ്റ് മണ്ണുമാന്തി ഉപയോഗിച്ച് വരഞ്ഞ് മണ്ണിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ മണ്ണിന്റെ ഘടനയിൽ വ്യത്യാസം വരുത്തുന്ന അതിനൂതന സാങ്കേതിക വിദ്യ ചെലവ് കുറച്ച് വളങ്ങൾ ചെയ്യുവാൻ വേണ്ടി കർഷകരെ പ്രാപ്തരാക്കുന്നു, കൂടുതൽ വിളവിലേക്ക് എത്തിക്കുവാനും അവരെ സഹായിക്കുന്നു. അത് കർഷകരുടെ സന്തോഷത്തിലേക്കുള്ള വഴി തെളിയിക്കുന്നു. അങ്ങനെ 2020 മുതൽ 2025 വരെ തുടർച്ചയായി 5 വർഷങ്ങളിൽ ഉപയോഗിക്കുന്ന കർഷകർ നമ്മോട് കൂടെയുണ്ട്. നിങ്ങൾക്ക് അവരുമായി സംവദിച്ച് തോട്ടങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ഒരുക്കി തരുന്നുണ്ട്. 2021 മുതൽ ഉപയോഗിക്കുന്നവർ, 22 മുതൽ ഉപയോഗിക്കുന്നവർ, 23 മുതൽ ഉപയോഗിക്കുന്നവർ, 24-ാം വർഷം തുടങ്ങിയവർ, 25-ൽ തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നവർ, പുതുതായിട്ട് ഉപയോഗിക്കുന്നവരൊക്കെ ഇന്ന് ഈ ശൃംഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ജൈവ കാർഷിക മേഖലയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കൂടിയിരിക്കുന്നവരില്ല ഒരു റിക്വസ്റ്റ് ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. നിങ്ങൾ ചെറിയൊരു ഭാഗമെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവൂ, ഗുണങ്ങൾ മനസ്സിലാക്കൂ. നമുക്ക് നോക്കാം, സസ്യങ്ങളിലേക്ക് വരാം. ആ സസ്യത്തിന്റെ ഫുഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ലൈറ്റ് എനർജിയിലൂടെയും ഓക്സിജനിലൂടെയും കാർബൺ ഡൈ ഓക്സൈഡിലൂടെയും ഷുഗറിലൂടെയും വാട്ടറിലൂടെയും മിനറൽസിലും ഒക്കെയാണ് അവരുടെ ഫുഡ് ഉണ്ടാക്കുന്നത്. അവർ ഇമ്പോർട്ടന്റ് എലമെന്റ്സ് പ്ലാന്റ് ഗ്രോത്തിന് വേണ്ടത് സൺലൈറ്റ്, വാട്ടർ, എയർ, കാർബൺ ഡൈ ഓക്സൈഡ്, മിനറൽസ്, മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ്, പ്ലാന്റ് ഹോർമോൺസ്, ബയോസ്റ്റിമുലൻസ്, ഇവയൊക്കെ അത്യാവശ്യ ഘടകമാണ്. ഇവയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ രോഗബാധിതരായി നമ്മുടെ ഓരോ സസ്യവും മാറുന്നു എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. മഞ്ഞളിപ്പ് വരുന്നു, ഫംഗസിന്റെയും വൈറലിന്റെയും അറ്റാക്ക് ഉണ്ടാകുന്നു, ഇൻസെക്റ്റിന്റെ പെസ്റ്റിന്റെയും അറ്റാക്ക് ഉണ്ടാകുന്നു, വളങ്ങളുടെയും മറ്റും അമിതമായ ഉപയോഗം മൂലം ഉണ്ടാകുന്ന പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ, ഇവയൊക്കെ വരുമ്പോൾ നമ്മുടെ ഈൽഡിൽ കുറഞ്ഞു വരികയാണ്. അവയൊക്കെ നമുക്ക് വീണ്ടെടുക്കുവാൻ വേണ്ടി ഒരൊറ്റ കാര്യം നമ്മൾ ചെയ്യേണ്ടുള്ളൂ, മണ്ണിന്റെ ഘടന, മണ്ണിനെ വളക്കൂറുള്ളതാക്കി മാറ്റുക. കൃത്യമായി ആവശ്യമുള്ള ഘടകങ്ങൾ സസ്യത്തിന് എത്തിച്ചു കഴിഞ്ഞാൽ സസ്യത്തിന് ഒരു രോഗവും ഉണ്ടാവില്ല. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ 2020-ൽ കൊറോണ വന്നു കഴിഞ്ഞപ്പോ ആ കൊറോണ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ആരെയാണ്? ഇമ്മ്യൂണിറ്റി കുറഞ്ഞവരെയാണ് പ്രിയപ്പെട്ടവരെ.
ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ നമ്മൾക്ക് രോഗങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യുവാനും ആരംഭിക്കുന്നു. അതുപോലെ തന്നെയാണ് സസ്യങ്ങളും. സസ്യങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ കിട്ടാതിരിക്കുകയും അവരുടെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ് ഇമ്മ്യൂണിറ്റി കുറഞ്ഞ് വരികയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. അതൊക്കെ ഇല്ലാതെ നമുക്ക് സസ്യങ്ങളുടെ ആരോഗ്യസ്ഥിതിയെയും പ്രതിരോധ ശേഷിയൊക്കെ വീണ്ടെടുക്കുവാൻ നമ്മുടെ ഈ വളപ്രയോഗത്തിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, സസ്യങ്ങളിലേക്ക് വന്നു. സസ്യങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ട 3 ഘടകങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് പ്ലാന്റ് ന്യൂട്രിയൻസ് ആണ്. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് വളപ്രയോഗമാണ്. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററി ആണ്. ഈ 3 ഘടകങ്ങളും ഒന്നിച്ചു വരുന്നതുകൊണ്ട് തന്നെ ഒരു കുടക്കീഴിൽ നമുക്ക് ഇത് കൊടുക്കുവാൻ വേണ്ടി സാധിക്കുന്നു. അതിന്റെ ഗുണങ്ങൾ കർഷകരിലേക്ക് ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തതാണ് മൂലകങ്ങൾക്ക് വേണ്ടിയുള്ള NPK, നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് എന്ന് പറയുന്നത്. ലിക്വിഡ് ആയിട്ടുള്ള ദ്രാവക രൂപത്തിലുള്ള വളപ്രയോഗത്തിലൂടെ ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു. ചെലവ് കുറച്ച് കൈകളിൽ പിടിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അതിലുപരി നമ്മുടെ വളപ്രയോഗത്തിന്റെ പ്രത്യേകത, രാസവളങ്ങൾ നിങ്ങൾ NPK ആയി ഉപയോഗിച്ചു കഴിയുമ്പോൾ മണ്ണിലുണ്ടാകുന്ന മൂലകങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു. അതോടൊപ്പം തന്നെ ചെറു പ്രാണികളൊക്കെ, ചെറു തവളകളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. നമ്മുടെ വളങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവയൊക്കെ തിരിച്ചെടുക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. അവിടെയാണ് ഞാൻ വീണ്ടും ഒരു കാര്യം സൂചിപ്പിക്കുന്നത്. ഒരു മനുഷ്യനെ വെന്റിലേറ്ററിൽ കിടത്തുന്നതിന് തുല്യമാണ് നാം രാസവളങ്ങളും കീടനാശിനികളും ഒരു സസ്യത്തിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ ചെറിയൊരു ആശ്വാസം ഉണ്ടാവും. ഒരു പൈപ്പ് മൂക്കിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് കൃത്രിമമായി ശ്വാസം കൊടുത്തു കഴിയുമ്പോൾ അവന് ശ്വാസം വലിക്കാതെ കൃത്രിമമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു മനുഷ്യന്. അതുപോലെ തന്നെയാണ് രാസവളങ്ങൾ മണ്ണിലേക്ക് കൊടുക്കുമ്പോൾ കൃത്രിമമായ ശ്വാസം കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അത് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ആ മണ്ണ് മരിക്കുകയാണ് ചെയ്യുന്നത്. മണ്ണ് മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ മരിച്ചതിന് തുല്യമാണ്. രോഗബാധിതരാകുന്നു, രോഗങ്ങൾ അടിമയായി മാറുന്നു, മറ്റ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ശാരീരികം മറ്റ് രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് വരുന്നു. ഇവയൊക്കെ ഈ കെമിക്കലിന്റെ രാസപദാർത്ഥങ്ങളുടെ ഉപയോഗം മൂലമാണ്. അവയൊക്കെ തിരിച്ചെടുത്ത് ഒരു ജൈവ കാർഷിക സംസ്കാരത്തെ പടുത്തുയർത്തുവാൻ നമ്മുടെ ഈ NPK ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നു. ഉദാഹരണത്തിന് 78% നൈട്രജൻ ആണ് അന്തരീക്ഷത്തിലുള്ളത് എന്നത് ആർക്കും ഒരു സംശയവുമില്ല. ഈ 78% നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റി കൊടുക്കുവാനുള്ള ബാക്ടീരിയകൾ ഇന്ന് മണ്ണിലുള്ള. കെമിക്കലിന്റെ ഉപയോഗം മൂലം ഈ ബാക്ടീരിയകൾ മരിച്ചുപോയി. ഈ ബാക്ടീരിയകൾ ത്രൂ ഓർഗാനിക്കായി, നാച്ചുറലായി സസ്യത്തിന് ആവശ്യമായ ശ്വാസത്തെ വലിച്ചു കൊടുക്കുന്നു. മൂലകങ്ങളെ, മണ്ണിലും അന്തരീക്ഷത്തിലുള്ള മൂലകങ്ങളെ എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി നമ്മുടെ ഈ NPKയിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നാച്ചുറലായി, ഒരു കെമിക്കലുമല്ല, ഒരു കൃത്രിമവുമല്ല, ഒരു വെന്റിലേറ്ററിന്റെ സഹായത്തോടല്ല പ്രിയപ്പെട്ടവരെ, അന്തരീക്ഷത്തിലും മണ്ണിലുമുള്ള മൂലകങ്ങളെ കൃത്യമായി എത്തിച്ചു കൊടുക്കുവാൻ നമ്മുടെ NPKയിലൂടെ സാധിക്കുന്നു. അസിറ്റോബാക്ടർ ബാക്ടീരിയയും പൊട്ടാഷ് സോളിസിബിലിയം ബാക്ടീരിയയും ഫോസ്ഫേറ്റ് സോളിസിബിലിയം ബാക്ടീരിയകളും അടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഘടകം മൂലകങ്ങളാണെങ്കിൽ രണ്ടാമത്തെ ഘടകം സൂക്ഷ്മ മൂലകങ്ങൾ. മൂലകങ്ങളെ 3ആയി തരംതിരിച്ചിരിക്കുന്നു: പ്രധാന, ഉപപ്രധാന, സൂക്ഷ്മ മൂലകങ്ങൾ. ഉപപ്രധാന സൂക്ഷ്മ മൂലകങ്ങളും മണ്ണിന്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യാനും മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കാനും മണ്ണിനെ ഫലഭൂയിഷ്ഠിയിൽ എത്തിക്കാനും വേണ്ടിയിട്ടുള്ള 5 ടൺ കാലിവളത്തിന്റെ മിശ്രിതത്തിന് തുല്യമായ ബാക്ടീരിയകളുടെ ഒരു പദാർത്ഥമാണ് പ്രിയപ്പെട്ടവരെ സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി എന്ന ഷെത്ത് എന്ന് പറയുന്ന ഉൽപ്പന്നം. അതിശയമാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മണ്ണിരകൾ ഉണ്ടാകും എന്ന് പറയുമ്പോൾ മണ്ണിരകൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നു. സൂക്ഷ്മാണുക്കൾ കൃത്യമായി സസ്യത്തിന് എത്തിച്ചു കൊടുക്കുന്നു. കാരണം ഞാൻ ഇത് പറയാൻ വേണ്ടിയുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഇത് ഉപയോഗിക്കാത്തുള്ള മണ്ണ് ടെസ്റ്റ് ചെയ്ത വ്യക്തിയാണ് ഞാൻ. കുമ്മായം ഉപയോഗിക്കാതെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ ഒരു ഉൽപ്പന്നമാണ് ഷേത്ത്. കാരണം കുമ്മായം ഉപയോഗിക്കുന്ന ഓരോ കർഷകനാണ് ഇന്ന് സമൂഹത്തിലുള്ളത്. കുമ്മായം ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ, കുമ്മായം എന്ന് പറയുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ഒരു രാസപദാർത്ഥമായി മാറുന്ന കക്ക നീറ്റുമ്പോൾ കിട്ടുന്ന ഒരു പദാർത്ഥമാണ്. അത് ചൂടുൽപാദിപ്പിക്കുന്ന, മണ്ണിൽ ചൂടുൽപാദിപ്പിച്ച് മണ്ണിരകളെയും മണ്ണിലെ സൂക്ഷ്മാണുകളെയും സൂക്ഷ്മജീവികളെയും നശിപ്പിക്കുന്ന ഒരു പദാർത്ഥമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, നിങ്ങൾ കുമ്മായം ഉപയോഗിക്കുന്നത് നിർത്തണം. എങ്കിൽ മാത്രമേ നമ്മുടെ മണ്ണിന്റെ ഘടനയെ വീണ്ടെടുക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് പച്ചക്കക്ക, കാൽസ്യം കാർബണേറ്റ് ആണത്. കാർബൺ എന്ന് പറയുന്നത് പച്ചപ്പിനെ നിലനിർത്താൻ വേണ്ടി, ഫുഡിനെ നിലനിർത്താൻ വേണ്ടി സാധിക്കുന്ന സസ്യത്തിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ട ഒരു ഘടകമാണ് കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത്. പച്ചക്കക്ക പൊടി വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ കുമ്മായം പ്രിയപ്പെട്ടവരെ ദയവ് ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കരുത്. ആ കുമ്മായം പോലും ഇല്ലാതെ നമുക്ക് ഷേത്ത് എന്ന് പറയുന്ന പ്രൊഡക്റ്റിലൂടെ സസ്യത്തിന് ആവശ്യമായ സൂക്ഷ്മാണുക്കളെയും അതുപോലെ തന്നെ നമ്മുടെ pH ലെവലിനെയും ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. pH ലെവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഉദാഹരണം എനിക്ക് പറയേണ്ടി വരും. ഒരു മനുഷ്യൻ, ഞാൻ എപ്പോഴും ഒരു സസ്യത്തെ ഒരു മനുഷ്യനായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്.
കാരണം അതൊരു മനുഷ്യജീവനം പോലെ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് അതിലൂടെ ഇങ്ങോട്ട് ലഭിക്കേണ്ടത് ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് ആണെന്നാണല്ലോ നമ്മൾ പറയാറ്. അപ്പൊ പി എച്ച് ലെവൽ ഒരു മനുഷ്യന്റെ വയറ്റിൽ വിരകൾ ഉണ്ടായി നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ എത്രമാത്രം മേശും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ്. മണ്ണിൽ പി എച്ച് ലെവല് 6.5 to 7.5 എന്ന രീതിയിൽ എത്തിയാതെ നമ്മൾ എത്ര വളം ഇട്ട് കഴിഞ്ഞാലും ആ വളം മണ്ണിൽ ദഹിക്കുന്നില്ല. സസ്യത്തിന് ആവശ്യമായ രീതിയിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുകൂല സാഹചര്യം അവിടെ ഉണ്ടാകുന്നില്ല. അത്തരത്തിൽ മണ്ണിന്റെ പി എച്ച് ലെവലിനെ 6.5 to 7.5 എത്തിക്കുവാനും നാച്ചുറൽ ഡിഫൻസ് സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്യാൻ, നമ്മൾ നേരത്തെ സംസാരിച്ചു, സസ്യത്തിന് ആവശ്യമായ നാച്ചുറൽ ആയിട്ട് ഡിഫൻസ് സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്യാനും ഷേത്ത് എന്ന് പറയുന്ന പ്രൊഡക്റ്റിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. മൂന്നാമത്തെ ഘടകം, ഒന്നാമത്തെ ഘടകം മൂലകങ്ങളും, രണ്ടാമത്തെ ഘടകങ്ങൾ സൂക്ഷ്മ മൂലകങ്ങളും വളപ്രയോഗവുമാണെങ്കിൽ, പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യലും മണ്ണിന്റെ ഫലഭൂയിഷ്ഠത മാറ്റലുമാണെങ്കിൽ, മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു ഘടകം, വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററി. സസ്യത്തിന്റെ ആരോഗ്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന റൂട്ട് ടു ഫ്രൂട്ട് ആയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സസ്യത്തിന്റെ പ്ലാന്റ് ഗ്രോത്ത്. അല്ലെ, ഏതൊരു സസ്യത്തിന് വളപ്രയോഗവും മറ്റു കൊടുത്തു കഴിഞ്ഞാലും അതിന്റെ ഗ്രോത്തും കൂടി ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമാണ് അതിന് ഗുണങ്ങൾ ലഭിക്കുക. ആ ഗ്രോത്ത് ലഭിക്കുവാനുള്ള റൂട്ട് ടു ഫ്രൂട്ട് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യന് ഒരു ടോണിക് കഴിക്കുന്നത് പോലെ സസ്യത്തിന് കൊടുക്കുവാൻ വേണ്ടി സാധിക്കുന്ന ഓർഗാനിക് ആയിട്ടുള്ള പൾവിക് ഹ്യൂമിക് ആസിഡിന്റെയും CBD എക്സ്ട്രാക്റ്റിന്റെയും നൂതന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. സ്റ്റിംറിച്ച് അല്ലെ, അതിൽ തന്നെ ഉണ്ട് റിച്ച് ആക്കുവാൻ, സസ്യത്തിന്റെ ഘടനയെ, വെളുത്ത വേരുകളെ പ്രോത്സാഹിപ്പിക്കാൻ, പോഷകാഹാരങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന വെളുത്ത വേരുകളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന ഒരു കാലഘട്ടമാണ്. ആ വെളുത്ത വേരുകളെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി, കാണ്ഡത്തിന്റെ സൈസിനെ, കാണ്ഡത്തിന്റെ ദൃഢതയെ ബലപ്പെടുത്തുന്നതിന് വേണ്ടി, ഒരേ സമയം കായ്ക്കുവാനും ഒരേ സമയം പുഷ്പിക്കുവാനും ഒരേ സമയം കായഫലം എടുക്കുവാനും വേണ്ടി സാധിക്കുന്ന രീതിയിൽ സസ്യത്തെ മാറ്റുന്നതിന് വേണ്ടി, ഇലകളുടെ പ്രകാശ സംശ്ലേഷണം കൃത്യമായി നടത്തി പച്ചപ്പിനെ ഹരിതാപമാക്കി ഇലകളുടെ സൈസിനെ മാറ്റം വരുത്തി സസ്യത്തിന് ആരോഗ്യപരമായ ഒരു സസ്യത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളിൽ ഒന്നാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. ഈ സ്റ്റിംറിച്ച് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാത്തതുമായിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ് ഈ പിക്ചറിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് കാണുന്നത്. ഈ സ്ക്രീൻ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ സ്ക്രീനിന്റെ വലതുഭാഗത്ത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതും ഇടതുഭാഗത്ത് ഉപയോഗിക്കാത്തതുമാണ്. സീഡ് ജെർമിനേഷൻ മുതൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ജെർമിനേഷൻ ചെയ്താൽ, അതായത് വിത്ത് സംസ്കരണം ചെയ്താൽ 90 മുതൽ 92% വരെ സീഡുകളും മുളയ്ക്കുന്നു. വെളുത്ത വേരുകൾ പ്രോത്സാഹിപ്പിക്കുന്നു. ലീഫ് സ്റ്റേജ്, വെജിറ്റേറ്റീവ് ഗ്രോത്ത്, ഫ്ലവറിംഗ് സ്റ്റേജിൽ ഒരേ സമയം പുഷ്പിക്കുന്നു, ഒരേ സമയം കായ്ക്കുന്നു, ഒരേ ക്വാളിറ്റിയിലെ ഫസ്റ്റ് ക്വാളിറ്റിയിലെ കായ്ഫലം നമുക്ക് ലഭിക്കുന്നു. ഇവയൊക്കെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ വളപ്രയോഗം ലഭിക്കുന്നതിലൂടെ. ഇത് കുറച്ച് ഉദാഹരണങ്ങൾ മാത്രമാണ്. നമ്മുടെ വളങ്ങൾ ഉപയോഗിച്ച് മണ്ണിരകൾ ലഭിച്ച, മഞ്ഞളിപ്പ് മാറിയ, പച്ചക്കറികൾക്ക് ഉപയോഗിച്ച മണ്ണിരകളെ, ഇത് ഒരു പരീക്ഷണമാണ്, നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഷെയർ ചെയ്ത് തരാം. കുമ്മായവും അതുപോലെ തന്നെ കക്കപ്പൊടിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പോട്ടിൽ നിർമ്മിച്ചപ്പോൾ നമ്മുടെ കുമ്മായത്തിലും ഡോളോമേറ്റിലും ഇട്ട മണ്ണിരകളൊക്കെ നശിച്ചു പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചതാണ്. അതുകൊണ്ട് ആ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഈ ഒരു ആശയം പങ്കുവയ്ക്കുന്നത്. ഇത് കുരുമുളക് ചെടിയിലേക്ക് കിട്ടിയ റിസൾട്ടാണ്. മഞ്ഞളിപ്പിൽ മാറ്റം കിട്ടിയതാണ്. ഇന്റീരിയർ ഗാർഡനിങ് നമുക്ക് ഉപയോഗിക്കാം, യാതൊരുവിധ കെമിക്കലും ഇല്ലാതെ ഉപയോഗിക്കാം. നെൽകൃഷിയിലേക്ക് ഉപയോഗിക്കാം. ഫസ്റ്റ് ക്വാളിറ്റി നെല്ലാണ് ലഭിക്കുന്നത് പ്രിയപ്പെട്ടവരെ. 2 ടണ്ണ് കിട്ടുന്നിടത്ത് 3.5 ടണ്ണും 4 ടണ്ണിലേക്ക് മാറ്റം വരുന്നു. 50 മുതൽ 100% വരെയുള്ള ഈൽഡ് വർധനമുണ്ടാകുന്നു. പച്ചക്കറികൾക്ക് ഉണ്ടായത്, കവുങ്ങ് കൃഷിയിലേക്ക് ഉണ്ടായ മാറ്റം, നെൽകൃഷിയിലേക്ക് ഉണ്ടായ മാറ്റം, ഇവയൊക്കെയാണ് നമ്മുടെ വളപ്രയോഗമായിട്ട് ഉപയോഗിക്കുന്ന 5 വളങ്ങൾ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ 5 വളങ്ങൾ നമുക്ക് ഒന്നിച്ച് മിക്സ് ചെയ്തുകൊണ്ട് കർഷകർ കവുങ്ങിന്റെയും തെങ്ങിന്റെയും ഒക്കെ എല്ലാ വിളയും, ഭൂമിയിലുള്ള സർവ്വ വിളകൾക്കും ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഒഴിക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം, കെമിക്കൽ ഉപയോഗിച്ച് ഡ്രമ്മുകളോ സ്പ്രേയറോ ഒന്നും ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ മണ്ണിലേക്ക് പൂർണ്ണമായിട്ടും എത്തണം. അതിന്റെ മിക്സ് ചെയ്യുന്ന രീതികളുണ്ട്. നിങ്ങൾ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ കൃത്യമായി 24 hours/7 നിങ്ങൾക്ക് അതിന്റെ ഗൈഡ് ലൈൻസും അതിന്റെ കാര്യങ്ങളും ഒക്കെ തരുന്നതാണ് പ്രിയപ്പെട്ടവരെ. അതുപോലെ ബയോ-90 എന്ന് പറയുന്ന ആക്റ്റീവ് സ്പ്രെഡർ അംഗമറി, മഴയൊക്കെ വരുമ്പോൾ പച്ചക്കറികളും അതുപോലെ തന്നെ മറ്റു വിളകൾക്കൊക്കെ, ചെറിയ വിളകൾക്കൊക്കെ സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ വളരെ പ്രധാനപ്പെട്ട ഇലകളുടെ pH ലെവലിനെ പോലും കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ബയോ-90 എന്ന് പറയുന്നത്. ഇൻടാക്ട് എന്ന് പറയുന്നത് കണ്ണിൽ കാണുന്ന കീടങ്ങളെയൊക്കെ പ്രതിരോധിക്കാനുള്ള ഒരു ഉൽപ്പന്നമാണ് ഇൻടാക്ട് എന്ന് പറയുന്നത്.
റാപ്പപ്പ് എന്ന് പറയുന്നത് വൈറസിനെയും ഫംഗസിനെയും തുരത്താനുള്ള വളരെ പ്രധാനപ്പെട്ട നാനോ ടെക്നോളജിയിലൂടെ നിർമ്മിച്ച ഒരു ഉൽപ്പന്നമാണ് റാപ്പപ്പ് എന്ന് പറയുന്നത്. കണ്ണിൽ കാണാത്ത എല്ലാ കീടങ്ങളെയും വൈറസിനെയും ഫംഗസിനെയും എല്ലാം നശിപ്പിക്കുവാൻ വേണ്ടി ഒരാവരണം പോലെ കടന്നുകൊണ്ട് സസ്യത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കുവാൻ വേണ്ടി സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഉൽപ്പന്നമാണ് പ്രിയപ്പെട്ടവരെ റാപ്പപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എൻകൗണ്ടർ എന്ന് പറയുന്ന നമ്മുടെ കളനാശിനിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ ഉൽപ്പന്നം, അതുപോലെ നമ്മുടെ പശുക്കൾക്കും പക്ഷിമൃഗാദികൾക്കും കൊടുക്കാൻ വേണ്ടി പറ്റുന്ന 36ലധികം വിറ്റമിൻസും മിനറൽസും അടങ്ങിയ ഒരു ഉൽപ്പന്നമാണ് CFC പ്ലസ് എന്ന് പറയുന്ന പെറ്റ് എന്ന് പറയുന്ന ഉൽപ്പന്നം. 10 മുതൽ 15% വരെ പാലുൽപ്പന്ന വർധനമുണ്ടാകുന്നു. അതുപോലെ തന്നെ പക്ഷികളുടെയും വളർച്ച, കോഴികൾക്കും അതുപോലെ തന്നെ പശുക്കളുടെ പാലിന്റെ കൊഴുപ്പ്, പശുവിന്റെ മെറ്റബോളിസത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ മാറ്റാൻ വേണ്ടി ചെന പിടിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു പെട്ടെന്ന് തന്നെ ചെന പിടിപ്പിക്കുന്നു. കെമിക്കൽ അടങ്ങിയ കണ്ടന്റ് അടങ്ങിയ ഉൽപ്പന്നങ്ങൾ നമ്മുടെ പശുക്കൾക്ക് ഭക്ഷണമായി കൊടുക്കുന്നതിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനത്തിലൂടെ ഉണ്ടാകുന്ന പ്രോബ്ലംസിനെ ഇല്ലായ്മ ചെയ്യുന്നു. തുടങ്ങി 36ലധികം വിറ്റമിൻസിന്റെയും മിനറൽസിന്റെയും ഒരു ഉൽപ്പന്നമാണ് പ്രിയപ്പെട്ടവരെ പെറ്റ് എന്ന് പറയുന്ന ഉൽപ്പന്നം. 10 മുതൽ 15 ഗ്രാം വരെ ഇന്ന് കാണുന്ന പക്ഷികൾക്കും മൃഗാദികൾക്കും എല്ലാം നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് പെറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഉൽപ്പന്നം ജൈവ മത്സ്യകൃഷിയെ പരിപോഷിപ്പിക്കാനുള്ള അക്വ ക്ലിയർ, അക്വ ഫീഡ്, അക്വ കൾച്ചർ എന്നിങ്ങനെയുള്ള 3 ഉൽപ്പന്നങ്ങൾ. മണ്ണിന്റെ പോലെ തന്നെ ജലത്തിന്റെ pH ലെവൽ കൺട്രോൾ ചെയ്യാനുള്ള അക്വ കൾച്ചർ, ജലത്തിന്റെ ക്ലിയർ ചെയ്യാനുള്ള അക്വ ക്ലിയർ, അതുപോലെ തന്നെ മീനുകൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന അക്വ ഫീഡ് എന്നിങ്ങനെയുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ന് കാർഷിക മേഖല കീഴടക്കിയാണ് പ്രിയപ്പെട്ടവരെ. ഇന്നിവിടെ കൂടി നിൽക്കുന്നവരോടുള്ള റിക്വസ്റ്റ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവൂ, അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കൂ, കൂടുതൽ ജൈവ കാർഷിക മേഖലയിലേക്ക് നമുക്ക് കടന്നു വരാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു ആപ്തവാക്യം മുറുകെ പിടിച്ചുകൊണ്ട് ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി എന്ന ആപ്തവാക്യം മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു ജൈവ കൃഷിയെ പരിപോഷിപ്പിക്കാമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നല്ലൊരു നാളേക്ക് വേണ്ടി, നല്ല വളർന്നു വരുന്ന തലമുറയുടെ ഒരു മാറ്റത്തിന് വേണ്ടി കൈകോർക്കാം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിതീഷ് കണ്ണൂർ, താങ്ക് യു വെരി മച്ച്. അതോടൊപ്പം തന്നെ എന്റെ നമ്പർ ഞാൻ നിങ്ങൾക്ക് ഇവിടെ നൽകുകയാണ്. ഏത് സമയത്തും നിങ്ങൾക്ക് ഞങ്ങളുമായി സംവദിക്കാം. വാട്സപ്പിൽ വരാം. വിളിച്ചു കിട്ടുന്നില്ലെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ റിപ്ലൈ തരുന്നതാണ്. എന്റെ നമ്പർ വരുന്നത് 8547666622. ഞാൻ ചാറ്റ് ബോക്സിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. 85 47 66 66 22. 85 47 66 66 22. താങ്ക് യു വെരി മച്ച് വൺസ് അഗെയിൻ. ഇപ്പൊ നമുക്ക് കറക്റ്റ് 9:30 സമയം. നമുക്കൊരു 5-10 മിനിറ്റ് നേരം ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർക്കുവാനും എന്തെങ്കിലും മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിക്കാനുള്ള ഒരു സമയമാണ്. ഓവർ ടു യു. ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാം. താങ്ക് യു വെരി മച്ച്. ഇത് ഏതൊക്കെ രീതിയിലാണ് ഇതിന്റെ വളങ്ങൾ ചെയ്യേണ്ടത്? അതൊക്കെ അതുപോലെ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാം. ഇതിൽ ഉപയോഗിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കാം. ഇനി ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് സംസാരിക്കാം. ഇനി ഉപയോഗിക്കാൻ ഒന്നും താല്പര്യമില്ല, ജസ്റ്റ് എന്തെങ്കിലും അറിയണം എന്ന് ആഗ്രഹമുള്ളവർ അങ്ങനെ സംസാരിക്കാം. എന്തും ഈ ഉൽപ്പന്നവും കൃഷിയുമായിട്ട് സംബന്ധിച്ച് എന്തും നിങ്ങൾക്ക് സംസാരിക്കാം. ഇത് ഉപയോഗിക്കാനുള്ള താല്പര്യമുണ്ട്. അപ്പോ ഇത് ഏതൊക്കെ രൂപത്തിലാണ് ഇതിന്റെ വളം ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ഡീറ്റെയിൽ അറിയാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് ഏകദേശം ഒരു ദിവസം ഒരു 50ലധികം കർഷകരുമായിട്ട് സംവദിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ പലതരത്തിലുള്ള സംശയങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവാറുണ്ട്. 50 അതുപോലെ നിരവധി കർഷകരായിട്ട് 1 വർഷം 5 വർഷമായിട്ട് ഏകദേശം ഒരു 5 10 ആയിരത്തിലധികം ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഒരു പരിധിവരെയുള്ള ആൾക്കാർക്ക് ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഉപയോഗിച്ചവരൊക്കെ നല്ല ഗുണങ്ങൾ ലഭിച്ചിട്ടുണ്ട്.
അപ്പൊ ഇവിടെ ഇന്ന് പങ്കെടുക്കുന്നവർ ഇത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ആർക്കും സംശയമില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഈ മീറ്റിംഗ് സാറേ വൈൻഡപ്പ് ചെയ്യാം. അതിന്റെ ഒരിക്കൽ കൂടി എന്റെ നമ്പർ ഞാൻ ഞാൻ ഇവിടെ നോട്ട് ചെയ്യാണ്. 8547666622 രണ്ട് 8547 ടൈം 66 വാങ്ങിയിട്ടുണ്ടായിരുന്നു 22. അത് മഴ വാട്സപ്പിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അതുപോലെ തന്നെ ഗ്രൂപ്പുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡെയിലി മോർണിംഗിൽ നിങ്ങൾക്ക് കർഷകരുടെ അനുഭവങ്ങളും മറ്റു കാര്യങ്ങൾക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ എല്ലാ ബുധനാഴ്ചകളിലും ഞായറാഴ്ചകളിലും നമ്മുടെ മീറ്റിംഗും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഒരിക്കൽ സാറേ കൂടി എല്ലാവർക്കും നന്ദിയുടെ കൂപ്പുകൈ. ഹലോ നമുക്ക് വീണ്ടും കാണാം. സാറേ നന്ദി, നമസ്കാരം. താങ്ക് യു. ഹലോ ആള് കേൾക്കണില്ലെന്ന് പറയാം ചോദിക്കണവരുടെ ഹലോ ചോദ്യങ്ങൾ. ഹലോ സാറേ